വിശദമായ വാർത്തകൾ നോക്കാം. രാഹുൽ അയോഗ്യൻ, നിയമ പോരാട്ടത്തിന് കോൺഗ്രസ്. മോദി പരാമർശത്തിൽ സൂറത്ത് കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തി ശിക്ഷിച്ചതിനെ തുടർന്ന് രാഹുൽ ഗാന്ധിയെ MP സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കി ലോക്സഭാ സെക്രട്ടേറിയറ്റ്. ഇന്നലെ മുതൽ അയോഗ്യനാക്കിയാണ് വിജ്ഞാപനമിറക്കിയത്. നടപടിയെ തുടർന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ 6 വർഷം വിലക്കുണ്ടാകും. വിധിക്ക് സ്റ്റേ ഇല്ലെങ്കിൽ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പിന് സാധ്യതയുണ്ട്. ഇന്ത്യയുടെ ശബ്ദമുയർത്താനാണ് താൻ പോരാടുന്നതെന്ന് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. അതിനായി എന്ത് വില കൊടുക്കാനും തയ്യാറെന്നും രാഹുൽ ട്വീറ്റ് ചെയ്തു. വിധി നിയമപരമായി നേരിടുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി. BJP അഴിമതിക്കാരെ സംരക്ഷിക്കുന്നുവെന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന് അഭിഷേക് മനു സിംഗ്വിയും വ്യക്തമാക്കി. രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയതിനെതിരെ പ്രതിപക്ഷ ഐക്യനിര അണിനിരക്കുമെന്ന് ശശി തരൂർ MP പറഞ്ഞു. എതിർ ശബ്ദങ്ങളെ നിശബ്ദമാക്കാനുള്ള അജണ്ടയെന്ന് KC വേണുഗോപാലും പ്രതികരിച്ചു. लोकतंत्र के उसूलों के अनुसार और संविधान के तहत और उसकी रक्षा के लिए और जनता के हकूक के लिए लड़ने वालों का मुंह बंद करने के लिए उनको सदन से बाहर डाला गया है. Actually, the government of India is killing the democracy of India. Now, we are very grateful to the political parties, all the like-minded political parties. They came forward, support us in this issue, and they raised the genuine concern of the country through their tweets or their response. I think Congress also now realizing that this unity has to go. The disqualification under Article 103 of the Constitution has to be by the President of India. And under 103, the President of India has to first, before disqualifying Shri Rahul Gandhi, take an opinion, a recommendation from the ഇലക്ഷൻ കമ്മീഷൻ. ഒരേ സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നു പിന്നെ ഡെമോക്രസിയുടെ അമ്മയാണ്, മാതാവാണ് ഇന്ത്യ. ഇതാണ് ഉദാഹരണം നമ്മൾ ലോകത്ത് കാണിച്ചു കൊടുക്കേണ്ടത്. എനിക്ക് അവരുടെ മനസ്സ് ഈ കാര്യത്തിൽ ശരിക്കും മനസ്സിലാവുന്നു. നരേന്ദ്രമോദിയെ നിശിതമായി വിമർശിച്ച പ്രിയങ്ക ഗാന്ധി മോദിയെപ്പോലെ ഭീരുവും അധികാരമോഹിയുമായ സ്വേച്ഛാധിപതിക്ക് മുന്നിൽ ഒരിക്കലും തലകുനിക്കാത്തതാണ് നെഹ്റു കുടുംബത്തിന്റെ സിരകളിൽ ഒഴുകുന്ന രക്തമെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. രാജ്യസ്നേഹിയായ രാഹുൽ അദാനിയുടെ കൊള്ളയെ ചോദ്യം ചെയ്യുകയായിരുന്നു. നെഹ്റു കുടുംബം തലമുറകളായി ജനങ്ങൾക്കു വേണ്ടി ശബ്ദമുയർത്തുകയാണെന്നും സത്യത്തിനു വേണ്ടി പോരാടുകയാണെന്നും പ്രിയങ്ക ഗാന്ധി പ്രതികരിച്ചു. जिस खून को आप बार बार परिवारवादी कहते हैं, बार बार आप आलोचना करते हैं, बार बार आप शब्द इस्तेमाल करते हैं, ये खून बहा है इस देश के लिए. ये पीछे हटेगा नहीं. हम डरते नहीं हैं, हम लड़ते रहेंगे और हम खड़े रहेंगे. ये कुछ भी करना चाहे करें, कोई बात नहीं, करने दीजिए. थैंक यू. രാഹുൽ ഗാന്ധി അയോഗ്യനാക്കിയ നടപടിയിൽ പ്രതിഷേധിച്ച് KSU പ്രവർത്തകർ രാജ്ഭവനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷത്തെ തുടർന്ന് മാർച്ചിനു നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ പിരിഞ്ഞു പോകാത്തതിനെ തുടർന്ന് പോലീസ് ലാത്തി വീശി. രാഷ്ട്രീയമായി എതിർചേരിയിലാണെങ്കിലും രാഹുൽ ഗാന്ധിക്കെതിരായ അയോഗ്യതയെ അപലപിക്കാൻ കേരളത്തിൽ കോൺഗ്രസ് നേതാക്കളെക്കാൾ മുന്നിൽ CPM കേന്ദ്രങ്ങളാണ്. മുഖ്യമന്ത്രി CPM സംസ്ഥാന സെക്രട്ടറിയും അടക്കം രാഹുലിനെതിരായ നടപടിയെ തള്ളി രംഗത്തെത്തി. AK ആന്റണി രാഹുലിനെതിരായ നീക്കത്തെ ശക്തമായി അപലപിച്ചപ്പോൾ രാഹുലിനെ ലക്ഷ്യമിട്ടുള്ള ഒളിയമ്പായിരുന്നു മകൻ അനിൽ ആന്റണിയുടെ വാക്കുകളിൽ. രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയ നടപടിയിൽ
കോൺഗ്രസ് നേതാക്കളുടെ പ്രതിരോധത്തെക്കാൾ മൂർച്ചയുണ്ടായിരുന്നു CPM നേതാക്കളുടെ പ്രതികരണത്തിന്. സ്വേച്ഛാധിപത്യത്തെ ഒരുമിച്ച് ചെറുത്തു തോൽപ്പിക്കണമെന്നായിരുന്നു CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ട്വീറ്റ്. ജനാധിപത്യത്തിനെതിരെ സംഘപരിവാർ നടത്തുന്ന ഹിംസാത്മകമായ കടന്നാക്രമണത്തിന്റെ ഏറ്റവും പുതിയ അധ്യായമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. ശക്തമായി പ്രതികരിക്കാൻ ജനാധിപത്യ വിശ്വാസികൾ ഒന്നടങ്കം മുന്നോട്ട് വരണമെന്നും മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തു. ജനാധിപത്യത്തിന്റെ കശാപ്പശാലയാക്കി BJP രാജ്യത്തെ മാറ്റിയെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാക്കുകൾ. രാഹുലിനെ BJP ഭയപ്പെടുന്നുവെന്ന് മുസ്ലിം ലീഗ് നേതാക്കളും പ്രതികരിച്ചു. ഇവിടെ പ്രതിപക്ഷത്തെ അങ്ങനെ ഇല്ലാതാക്കുക എന്നാണ് ഇപ്പോൾ ഇവരുടെ നയത്തിലൂടെ. പക്ഷേ പ്രതിപക്ഷ ഐക്യമായിരിക്കും ഇതിലൂടെ ഉണ്ടാവുക. സത്യവും നീതിയും കോൺഗ്രസിനൊപ്പമെന്ന് KPCC അധ്യക്ഷനും കേരളത്തിലെ മുഴുവൻ ജനാധിപത്യ പ്രസ്ഥാനങ്ങളും രാഹുൽ ഗാന്ധിക്ക് പിന്നിൽ ഉറച്ചു നിൽക്കുമെന്ന് പ്രതിപക്ഷ നേതാവും പറഞ്ഞു. ഫാസിസം അതിന്റെ പത്തി വിടർത്തി ആടുകയാണ് ഈ ഘട്ടത്തിൽ. അതിനെ ചെറുത്തു തോൽപ്പിച്ച് ജനാധിപത്യം അന്തിമമായ വിജയം കൈവരിക്കുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാവി എന്താകുമെന്ന് ആശങ്കപ്പെടുന്ന സാഹചര്യമാണെന്നും എല്ലാവരും ഒന്നിച്ചു പോരാടേണ്ട സമയമാണെന്നും AK ആന്റണി അഭിപ്രായപ്പെട്ടു. നിയന്ത്രിത ജനാധിപത്യത്തിലേക്ക് ഇന്ത്യ മാറുമോ എന്ന് ആശങ്കപ്പെടുത്തുന്ന സംഭവവികാസങ്ങളാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളും ആഴ്ചകളുമായി ഡൽഹി കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ രാഹുലിനെ ലക്ഷ്യം വെച്ചുള്ള പരിഹാസമായിരുന്നു മകൻ അനിൽ ആന്റണിയുടെ ട്വീറ്റിൽ. ഒരു വ്യക്തിയുടെ അബദ്ധങ്ങളിലും തെറ്റുകളിലും പാർട്ടി കേന്ദ്രീകരിക്കരുത്. അങ്ങനെയുണ്ടായാൽ 2024 ശേഷം നിലനിൽപ്പ് അസാധ്യമെന്നും അനിൽ ആന്റണി ട്വീറ്റിൽ ചൂണ്ടിക്കാട്ടി. രാഹുൽ ഗാന്ധിക്കെതിരായ നടപടിയിൽ സംസ്ഥാനത്ത് വിവിധ സ്ഥലങ്ങളിൽ പ്രതിഷേധവും ശക്തമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. രാഹുൽ ഗാന്ധിയുടെ അയോഗ്യനാക്കിയതിനെ പിന്തുണച്ച് കെ സുരേന്ദ്രൻ ആരും നിയമനത്തിന് മുകളിലല്ലെന്ന് കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കണം. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കേണ്ടി വരുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. കാരണം ഒരു സമുദായത്തെ മുഴുവൻ അദ്ദേഹത്തെ ആക്ഷേപിച്ചു. അതിനെതിരെയാണ് കേസ് പോയത്. ഷാർജയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. എമിറേറ്റിലെ ഷോഹി മേഖലയിലെ റോഡ് അടച്ചു. മാർച്ച് 28 വരെ റോഡ് ഭാഗികമായി അടച്ചുവെന്ന് ഷാർജ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. പാലത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാലാണ് റോഡ് അടയ്ക്കുന്നത്. ചൊവ്വാഴ്ചയോടെ ഗതാഗതം സാധാരണ രീതിയിലാകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം റമദാൻ സമയത്ത് പണം കൊടുത്തുള്ള പാർക്കിംഗ് സമയപരിധി നീട്ടിയ കാര്യവും അതോറിറ്റി ഓർമ്മിപ്പിച്ചു. ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 8 മുതൽ അർദ്ധരാത്രി വരെ പാർക്കിംഗ് ഫീസ് ബാധകമാണ്. ചില പ്രത്യേക സ്ഥലങ്ങൾ ഒഴികെ വെള്ളിയാഴ്ചകളിൽ പാർക്കിംഗ് സൌജന്യവുമാണ്. ബഹിരാകാശത്ത് ദൃശ്യമായ റമദാൻ ചന്ദ്രക്കലയുടെ വീഡിയോ പങ്കുവച്ച് UAE-യുടെ ബഹിരാകാശ സഞ്ചാരി സുൽത്താൻ അൽ നയാദി. വീഡിയോ പങ്കുവച്ചതിനൊപ്പം സുൽത്താൻ എല്ലാവർക്കും റമദാൻ ആശംസയും നേർന്നു. ബഹിരാകാശത്ത് വിശുദ്ധ മാസം ആചരിക്കാൻ അവസരം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പങ്കുവച്ച വീഡിയോയിൽ പറയുന്നുണ്ട്. ISS പേടകത്തിന്റെ ഇരുവശത്തെ ദൃശ്യങ്ങളും കാണിക്കുന്നുണ്ട്. ഒരു വശത്ത് സൂര്യൻ അസ്തമിക്കുമ്പോൾ മറുവശം ഇരുട്ടാണെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. 3 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയാണ് ട്വീറ്റ് ചെയ്തത്. തിരികെ ഗൾഫ് 18ലേക്ക്. തലസ്ഥാനത്തെ സ്കൂളുകളിൽ ലഹരി മാഫിയ പിടിമുറുക്കുന്നു. പരിശോധനകൾ ശക്തമാക്കിയതോടെ ഒട്ടുമിക്ക സ്കൂളുകളിലെയും പെൺകുട്ടികളാണ് ലഹരി മാഫിയ സംഘങ്ങളുടെ ക്യാരിയർ. ന്യൂസ് 18 ഇൻവെസ്റ്റിഗേഷൻ. പോലീസും എക്സൈസ് സ്ക്വാഡുകളും പരിശോധനകൾ ശക്തമാക്കിയതോടെയാണ് ലഹരിക്കടത്ത് സംഘങ്ങൾ പെൺകുട്ടികളെ ക്യാരിയറാക്കാൻ തുടങ്ങിയത്. പ്രണയം നടിച്ച് പെൺകുട്ടികളെ ആദ്യം വലയിലാക്കും. പിന്നീട് അവർ പോലും അറിയാതെ അവർ ലഹരിക്കടത്ത് സംഘങ്ങളുടെ പ്രധാന കണ്ണിയായി മാറും. തലസ്ഥാനത്തെ ചില സ്കൂളുകളിൽ ലഹരി മാഫിയ സംഘങ്ങൾ പിടിമുറുക്കുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അന്വേഷണം ആരംഭിച്ചത്. 12ഉം 13ഉം വയസ്സുള്ള പെൺകുട്ടികളെ ക്യാരിയറാക്കുക മാത്രമല്ല, ലഹരിക്ക് അടിമപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ചില കുട്ടികൾ ഞങ്ങളോട് പങ്കുവച്ചത്. സ്കൂൾ വിടുന്ന സമയത്ത് ഇരുചക്ര വാഹനങ്ങളിലും ബസ് സ്റ്റോപ്പുകളിലും പെൺകുട്ടികൾക്കായി അവർ കാത്തു നിൽക്കും.
പെൺകുട്ടികൾ സ്കൂൾ യൂണിഫോമിൽ തന്നെ കൂടെ പോകുമെങ്കിലും പിന്നീട് കൈവശമുള്ള മറ്റൊരു വേഷത്തിലേക്ക് മാറും. പ്രണയം നടിച്ചാണ് യുവാക്കൾ പെൺകുട്ടികളെ സമീപിക്കുക. പിന്നീട് ലഹരി നൽകി ഇവരെ വലയിലാക്കും. അതിനുശേഷം ലഹരി കടത്താനും ഇവരെ ഉപയോഗിക്കും. ഈ കാര്യങ്ങൾ ക്യാരിയറായിരുന്ന പെൺകുട്ടിയുടെ സുഹൃത്ത് തന്നെ ന്യൂസ് 18നോട് വെളിപ്പെടുത്തി. എങ്ങനെയാണ് ഈ സാധനം കൈ കിട്ടുന്നത്? അതെനിക്കറിയത്തില്ല. അതൊക്കെ ഒരുപക്ഷെ ചേട്ടന്മാർ വഴിയായിരിക്കാം, അല്ലെങ്കിൽ അത് അവരുടെ കമ്പനി വഴിയായിരിക്കാം. അതൊന്നും എനിക്കറിയത്തില്ല. കുറെ കമ്പനികളുണ്ട്, മുക്കിലും മൂലയിലും ആയിട്ട് കുറെ ചേട്ടന്മാരുണ്ട്. അങ്ങനെ കുറെ പേര് സ്കൂൾ വിട്ടുവരുന്ന പരിസരങ്ങളിൽ ഇവര് ബൈക്കിൽ വന്ന് നിർത്തുകയും ഇവരെ വിളിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നത് അതാണോ പരിപാടി? ഇന്ന് തന്നെ ഒരു കൂട്ടുകാരി അങ്ങനെ കയറി പോയതേ ഉള്ളൂ. അങ്ങനെ തന്നെയാണ്. ബൈക്കിൽ വരും, പോവും. ചെറിയ ചേട്ടന്മാരൊക്കെ കാറിൽ വരും, ഇവിടെമാർ കയറി പോവും. അങ്ങനെയാണ്. ഇപ്പം ഈ ടീച്ചേഴ്സ് ആരും ബാഗൊന്നും പരിശോധിക്കാറില്ല. അപ്പം ഇത്തരത്തിൽ ഇവർ ബാഗിൽ ബാഗിലല്ല വെക്കാൻ ഏറ്റവും കൂടുതൽ. ഒരു പെൺകുട്ടിക്ക് പ്രൈവസി ആയിട്ട് കുറച്ച് പാർട്സ് ഉണ്ട്, അവിടെയൊക്കെയാണ് സൂക്ഷിക്കാറ്. കാരണം അവിടെ ആരും ചെക്ക് ചെയ്യാറില്ല, അതുകൊണ്ട് അവിടെയൊക്കെയാണ് സൂക്ഷിക്കാറ് ഏറ്റവും കൂടുതൽ. ഇത്തരത്തിൽ ഇതിനു മുമ്പ് ചില കുട്ടികൾ ഇതിന് അടിമപ്പെട്ട് ഇപ്പോൾ ചില സെന്റേഴ്സുകളിലാണ് അവർ നിൽക്കുന്നത്. അപ്പൊ അവരുടെയൊക്കെ അവസ്ഥ എന്താണ് ഇപ്പോൾ? അവരുടെയൊക്കെ അവസ്ഥ അതിൽ നിന്ന് മാറാൻ ഭയങ്കര. എൻ്റെ ഒരു കൂട്ടുകാരി തന്നെ ഉണ്ട്, അവള് ഇപ്പൊ ഭയങ്കരമായിട്ട് മുറുകിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. അവൾക്കതില്ലാതെ പറ്റാത്തൊരവസ്ഥ. എക്സാം ഹാളിൽ വന്നിട്ട് കിടന്ന് ഉറങ്ങുക, എക്സാം എഴുതാനുള്ളൊരു ബോധമില്ല. അങ്ങനെ അവൾക്കായിട്ട് സ്വയമായിട്ട് എഴിച്ച് ഇരിക്കാൻ പോലും വയ്യാത്ത അവസ്ഥ. കുട്ടി ഇത്തരത്തിൽ ക്യാരിയർ ആയിരുന്നു. അവളിങ്ങനെ വലിക്കുമായിരുന്നു. അതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഇവിടെ കുറച്ച് ആൾക്കാർ പറഞ്ഞു കേട്ട അറിവേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവളോട് തന്നെ ചോദിച്ചു. അപ്പൊ അവള് പറഞ്ഞു ഇതേപോലെയാണ് സംഭവം. അത് അവളിവിടെ താമസിച്ചിരുന്നത് ഒരു സ്ഥലത്താണ്, അവിടുത്തെ ചേട്ടന്മാരാണ് കൊടുത്തോണ്ടിരുന്നതെന്നാണ് ഞങ്ങളിത് പറഞ്ഞത്. ഇത്തരത്തില് ഇനിയും കുട്ടികൾ ഇതിന്റെ അകത്ത് ക്യാരിയർ ആക്കുന്നുണ്ടല്ലേ? ഇപ്പോഴും ഉണ്ട്. സ്കൂൾ പരിസരത്ത് പിങ്ക് പോലീസിന്റെ സാന്നിധ്യമുണ്ടെങ്കിലും പോലീസിനെ കാണുമ്പോൾ യുവാക്കൾ പേടിച്ചോടുകയാണ് പതിവ്. മാത്രമല്ല 2 പേരെ മാത്രമാണ് ഡ്യൂട്ടിക്ക് നിശ്ചയിച്ചിട്ടുള്ളതും. ഇവരുടെ കണ്ണു വെട്ടിച്ചാണ് പെൺകുട്ടികളെ വലയിലാക്കുന്നത്. സ്കൂളുകളിൽ പിടിക്കപ്പെടുന്ന ലഹരി കേസുകളിൽ പലതും മറച്ചുവെക്കുകയോ ഒതുക്കി തീർക്കുകയാണ് പതിവ്. കുട്ടികളുടെ ഭാവി, രക്ഷിതാക്കളുടെ മാനഹാനി, സ്കൂളിന്റെ സൽപ്പേര്, ഇതൊക്കെയാണ് കാരണങ്ങൾ. അപ്പോഴും ഒരു കാര്യം ഓർക്കുക, ലഹരി മാഫിയ സംഘങ്ങളുടെ നീരാളിപ്പിടുത്തത്തിൽ പിടയുന്നത് നമ്മുടെ കുട്ടികളാണ്, നാടിന്റെ ഭാവിയാണ്. ക്യാമറമാൻ സന്തോഷ് കുമാറിനും സി വിനോദിനൊപ്പം നന്ദകുമാർ, ന്യൂസ് 18, തിരുവനന്തപുരം. സംസ്ഥാനം ലഹരി മുക്തം, സ്ത്രീ സുരക്ഷിതമെന്ന് സർക്കാരും അധികൃതരും ഘോരഘോരം പ്രസംഗിക്കുമ്പോൾ തന്നെയാണ് ഈ ന്യൂസ് 18ന്റെ ഈ ഒരു റിപ്പോർട്ട് എന്നത് ശ്രദ്ധേയമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. രാജ്യത്തിന്റെ കുതിപ്പിനെ അടയാളപ്പെടുത്തുന്നതാണ് ഓരോ വർഷവും ന്യൂസ് 18 റൈസിംഗ് ഇന്ത്യ കോൺക്ലേവ്. ഇക്കുറിയും ഞങ്ങൾ ഏറെ പ്രതീക്ഷയോടെയും ആവേശത്തോടെയുമാണ് റിയൽ ഹീറോസ് എന്ന പ്രമേയത്തിൽ റൈസിംഗ് ഇന്ത്യയ്ക്ക് ഒരുങ്ങുന്നത്. രാജ്യത്തിന് അഭിമാനമായ വ്യക്തികളെ ലോകത്തിന് പരിചയപ്പെടുത്തുകയാണ് ഇക്കുറി. നമ്മുടെ വികസന കുതിപ്പിന് വേഗം കൂട്ടുന്ന നവീന മാതൃകകൾ സൃഷ്ടിച്ചവരെ രാജ്യമെങ്ങുമുള്ള ന്യൂസ് 18 റിപ്പോർട്ടർമാർ പ്രേക്ഷകർ മുൻപിലെത്തിക്കുകയാണ്. അങ്ങനെ ഒരാളാണ് മധ്യപ്രദേശിലെ ബബിത രജ്പുത്. അവരെക്കുറിച്ച് അറിയാം ഇനി. There is a saying that where there is a will, there is a way. And Babita Rajput from Agrota village, Chhatarpur district in Madhya Pradesh is a living example of this. Leading a group of women, she has found a way to solve a problem which has plagued them for ages. हमारे गांव में पानी की अत्यधिक समस्या थी, जहां पर अगर हैंडपंपों पर देखा जाए तो लाइन लगाकर लोग खड़े होते थे और सर पर 3 से 4 घड़े लेकर महिलाएं आती थीं। 2 सर पर, एक हाथ में, एक कमर पर, इस प्रकार से पानी भरती थी और रात के 4 बजे से पानी भरने का सिलसिला शुरू हो जाता था रात के 12 बजे तक। A path was made by cutting about 107 meters of a mountain with the support of an NGO. And this phenomenal feat has resulted in a new wave of joy among the villagers. While earlier, all the hand pumps in the village had dried up, now they give ample water throughout the year.
Also, the rainwater, which used to flow away through the mountains, has also started coming towards the villages, due to which the face of Agrota has completely transformed. However, achievers don't sit and bask in their achievements. They strive for more. Water is life, and leading the women of Agrota in their superhuman efforts, Babita Rajput has laid the foundation of a bright future for her village. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.